നമസ്കാരം. ഈ അടുത്ത കാലത്തായി ബി.ജെ.പി. ഔദ്യോഗികമായി തന്നെ സോണിയാഗാന്ധിക്കെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയും കോൺഗ്രസിനുമെതിരെയുമെല്ലാം വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ രാജ്യദ്രോഹം അടക്കമുള്ള ആരോപണങ്ങളാണ് ബി.ജെ.പി. ആരോപിക്കുന്നത്. പാർലമെന്റിനകത്തും പുറത്തും ബി.ജെ.പി. വക്താക്കൾ തന്നെ ഇപ്പോൾ സോണിയാഗാന്ധിയെയും മകൻ രാഹുൽ ഗാന്ധിയെയും നേരിട്ട് ആക്രമിക്കുകയാണ്. ഇതിനു മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. അതായത് ബി.ജെ.പിയോട് അടുത്ത് നിൽക്കുന്ന ചില സംഘടനകൾ, ബി.ജെ.പിയോട് അടുത്ത് നിൽക്കുന്ന ചില വ്യക്തികൾ, ഇവരൊക്കെ വ്യക്തിപരമായി ചില ആരോപണങ്ങൾ വളരെ ഗൗരവമായി ഉന്നയിച്ചിരുന്നു. അത് ഉദാഹരണത്തിന് സുബ്രഹ്മണ്യൻ സ്വാമിയെ പോലെയുള്ള ആളുകൾ രാഹുൽ ഗാന്ധിക്കെതിരെയും അതുപോലെ തന്നെ സോണിയാഗാന്ധിക്കെതിരെയും വലിയ ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നതാണ്. രാഹുൽ ഗാന്ധി ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നുവെന്നും ഈ ഒരു കേസിൽ അല്ലെങ്കിൽ ഈ ലഹരി മരുന്ന് ഉപയോഗിച്ചതിൻ്റെ പേരിൽ അമേരിക്കയിൽ പിടിയിലായിട്ടുണ്ട് എന്നും അന്ന് പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ ഇടപെടൽ കൊണ്ടാണ് കേസിൽ നിന്ന് ഊരിപ്പോയതെന്നും ഒക്കെയുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ സുബ്രഹ്മണ്യൻ സ്വാമിയെ പോലുള്ളവർ ആരോപിച്ചിരുന്നതാണ്. ഗുരുതരമായ ആരോപണങ്ങളാണ് ഇവർക്കെതിരെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തരം ആരോപണങ്ങളൊന്നും തന്നെ വളരെയധികം ഔപചാരികമായി ബി.ജെ.പി. അല്ലെങ്കിൽ ഔദ്യോഗികമായി ബി.ജെ.പി. വക്താക്കൾ ആരും തന്നെ ഉന്നയിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ സോറോസുമായിട്ടുള്ള ബന്ധമടക്കം, സോറോസിൻ്റെ NGO സംഘടനകളുമായിട്ടുള്ള ബന്ധമടക്കമുള്ള ഗൗരവപരമായ ആരോപണങ്ങൾ ബി.ജെ.പി. നേരിട്ട് ഔദ്യോഗികമായി പാർലമെന്റിനകത്തും പുറത്തും ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഈ ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ലോക്സഭയിൽ നടന്ന ചർച്ചകളിലൊക്കെ അത് വ്യക്തമാണ്. അതിനു മുന്നേയും ബി.ജെ.പിയുടെ വക്താക്കൾ ട്വിറ്ററിലൂടെയും അതുപോലെ തന്നെ മറ്റു വേദികളിലുമെല്ലാം കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന സോണിയാഗാന്ധി ഒരിക്കൽ മൻമോഹൻ സിംഗ് എന്നൊരു പാവ പ്രധാനമന്ത്രിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് 10 വർഷം രാജ്യം ഭരിച്ച വ്യക്തിയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അധികാര കേന്ദ്രമായിരുന്ന വ്യക്തിയാണ്. ആ സോണിയാഗാന്ധിക്കെതിരെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ബി.ജെ.പി. കടുപ്പിക്കുന്നത് എന്ന് തന്നെ പറയാം. ഇന്ന് പുറത്തു വന്നിരിക്കുന്ന മറ്റൊരു ഗൗരവപരമായ ആരോപണം എന്നത് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയത്തിൽ നിന്ന്, അതായത് പ്രധാനമന്ത്രി മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി എന്നൊരു സ്ഥാപനമുണ്ട്. ഈ സ്ഥാപനം നേരത്തെ നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി ആയിരുന്നു. ഇപ്പോഴത് പ്രൈം മിനിസ്റ്റേഴ്സ് മെമ്മോറിയൽ ആൻഡ് മ്യൂസിയം ലൈബ്രറി ആയിരുന്നു. അവിടെ നിന്നും ഏതാണ്ട് നൂറുകണക്കിന് രേഖകൾ, ചരിത്ര സ്വഭാവമുള്ള, ചരിത്രപരമായി വളരെയധികം പ്രാധാന്യവും മൂല്യവുമുള്ള രേഖകൾ കാണാതായിട്ടുണ്ട് എന്നും ഇതിനു പിന്നിൽ സോണിയാഗാന്ധിയാണ് എന്നും സോണിയാഗാന്ധി ഇത് ആ മ്യൂസിയത്തിൽ നിന്നും ഒളിച്ചു കടത്തിയെന്നും 10 വർഷം അവർ ഭരണത്തിൽ ഇരുന്നപ്പോൾ ഈ രേഖകൾ ഒളിച്ചു കടത്തി എന്നുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ബി.ജെ.പി. തന്നെ ഉന്നയിക്കുന്ന ആരോപണം. ബി.ജെ.പി. അതിന് കോട്ട് ചെയ്യുന്നത്, ബി.ജെ.പിക്ക് ഈ വിവരം ലഭിച്ചത് റിസ്വാൻ ഖാദ്രി എന്ന് പറയുന്ന PMML മെമ്പർ, അതായത് പ്രൈം മിനിസ്റ്റേഴ്സ് മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി അംഗമായിട്ടുള്ള റിസ്വാൻ ഖദ്രി എന്ന ഒരു ചരിത്ര ഗവേഷകനാണ്. അദ്ദേഹം രാഹുൽ ഗാന്ധിക്ക് ഒരു കത്തെഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടനവധി രേഖകൾ ഈ മ്യൂസിയത്തിൽ നിന്നും കാണാതെ പോയിട്ടുണ്ട്. ഇത് സോണിയാഗാന്ധിയാണ് അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയത്. അത് തിരിച്ചു കൊണ്ടുവരുവാനും അത് പബ്ലിക്കിന്, അതായത് പൊതുജനങ്ങൾക്ക് റെഫർ ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ ലഭ്യമാക്കാനും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കത്ത് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് നൽകിയിരിക്കുന്നത്. ഈ കത്താണ് ഇപ്പോൾ ബി.ജെ.പി. ആയുധമാക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയധികം കത്തുകൾ? ഈ രേഖകൾ എന്ന് പറയുന്നത് കത്തുകളാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു വിവിധ ആളുകൾക്ക് അയച്ച കത്തുകളാണ്. ലോക നേതാക്കൾക്കടക്കം അയച്ച കത്തുകൾ അതിനകത്തുണ്ട്. ഈ കത്തുകൾ ഏതാണ്ട് 51 കാർട്ടൂൺ പെട്ടികളിലാക്കി അവിടെ നിന്ന് കടത്തി എന്നാണ് ഇപ്പോൾ ബി.ജെ.പി. പറയുന്നത്. അതായത് ഈ കാർട്ടൂൺ പെട്ടികളിലെല്ലാം രാജ്യത്തിൻ്റെ ചരിത്രമാണ് ഉണ്ടായിരുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ് സോണിയാഗാന്ധി പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയത്തിൽ നിന്നും കടത്തിയത് എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. കാരണം നെഹ്റുവിൻ്റെ കത്തുകളിൽ ഒരു വലിയ വിഭാഗം കത്തുകൾ മൗണ്ട് ബാറ്റൻ പ്രഭുവിന് എഴുതിയതും ലേഡി മൗണ്ട് ബാറ്റൻ പ്രഭുവിന് എഴുതിയിട്ടുള്ളതുമായ കത്തുകളാണ്. നെഹ്റുവും ലേഡി മൗണ്ട് ബാറ്റൻ ആയിട്ടുള്ള എഡ്വീന മൗണ്ട് ബാറ്റനുമായിട്ടുള്ള ബന്ധമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവർക്കടക്കം എഴുതിയ കത്തുകളാണ് അവിടെ നിന്നും കടത്തിക്കൊണ്ട് പോയിരിക്കുന്നത്. എന്തിനാണ് അത് ചെയ്തത്? ഒരുപക്ഷെ ആ ഒരു കത്തിൽ നെഹ്റുവും എഡ്വീന മൗണ്ട് ബാറ്റനും തമ്മിൽ എഴുതിയിരിക്കുന്ന കത്തുകളിൽ സെൻസറിങ് ആവശ്യമുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം സോണിയാഗാന്ധി എടുത്തുകൊണ്ട് പോയത് എന്നടക്കം ബി.ജെ.പി. ഇപ്പോൾ പരിഹസിക്കുന്നുണ്ട്. സോണിയാഗാന്ധി ഒരു കാലത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2004 മുതൽ 2014 വരെ രാജ്യത്തിൻ്റെ ഒരു പവർ ഹൗസ് തന്നെയായിരുന്നു, ഒരു അധികാര കേന്ദ്രം തന്നെയായിരുന്നു. അതായത് പ്രധാനമന്ത്രിയായി മൻമോഹൻ സിംഗ് ഉണ്ടെങ്കിലും ഭരണഘടനാ വിരുദ്ധമായി സൂപ്പർ പ്രധാനമന്ത്രിയായിട്ട് ഭാരതം ഭരിച്ചു വരികയായിരുന്നു സോണിയാഗാന്ധി. നാഷണൽ അഡ്വൈസറി കൗൺസിൽ എന്നൊരു അഡ്വൈസറി കൗൺസിലിനെ പ്രധാനമന്ത്രിക്ക് മുകളിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് അതിൽ രാജ്യവിരുദ്ധ NGO-കളുടെ അടക്കമുള്ള പ്രതിനിധികൾ അവിടെ ഉണ്ടായിരുന്നു
നടത്തിയിരുന്നു എന്നടക്കമുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇങ്ങനെ ഒരു പാവ പ്രധാനമന്ത്രിയെ മുൻനിർത്തിക്കൊണ്ട് രാജ്യം ഭരിച്ച സമയത്ത് ആ ഒരു 10 വർഷം കാലം കൊണ്ട് ഇത്തരത്തിലുള്ള നിരവധി ഇടപെടലുകൾ സോണിയാഗാന്ധി നടത്തിയിട്ടുണ്ട് എന്നാണ് BJP പറഞ്ഞു വയ്ക്കുന്നത്. അതിൽ ഒന്നാണ്, ഏറ്റവും ഒടുവിൽ ഉയർന്നു വന്ന ആരോപണമാണിത്. പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയത്തിൽ നിന്നും നെഹ്റുവിൻ്റെ കത്തുകൾ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. 50 കാർട്ടൂൺ പെട്ടികളിലാക്കി ഈ കത്തുകൾ, നൂറുകണക്കിന് കത്തുകൾ, ചരിത്രരേഖകൾ അവിടെ നിന്ന് കടത്തിയിരിക്കുന്നു. അതിന് പിന്നിൽ സോണിയാഗാന്ധിയാണ് എന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. എന്തായാലും എന്തു മറുപടിയാണ് കോൺഗ്രസ് പാർട്ടിയും സോണിയാഗാന്ധിയും ഈ ആരോപണങ്ങൾക്ക് നൽകാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണണം. വെബ് ഡെസ്ക് തത്വമീ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.